ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടിന്റെ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് റിസൾട്ട് കിട്ടോ ഇല്ലെന്നൊരു ഡൗട്ടിലാണ് കേട്ടോ യൂസ് ചെയ്തത്. പക്ഷെ റിസൾട്ട് എന്റെ അമ്മ അപാരമാണ് കേട്ടോ. എന്നാൽ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പൊ അതിനായിട്ട് ആദ്യം ഒരു ബീട്രൂട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാട്ടെ. എന്നിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ ഒന്ന് ജ്യൂസ് ഒന്ന് എടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ അത് ഗ്രേറ്റ് ചെയ്ത് അതിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിട്ട്. അപ്പൊ അതാ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിന്റെ ജ്യൂസ് ആണ് കേട്ടോ. ഇപ്പൊ ഗ്രൈൻഡ് ചെയ്താണ് എടുക്കണമെങ്കിൽ അതിലൊട്ടും വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ. അതിന് പ്യുവർ ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെ എടുക്കാം കേട്ടോ. അതിനത് മാറ്റി വെക്കാം. നമുക്ക് ഇനി പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കടലമാവ് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കടലമാവ് പൊടി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പലവർക്കും ചിലപ്പോൾ ഡൗട്ട് വരും, ഇപ്പൊ കടലമാവ് ഇല്ലെങ്കിൽ എന്ത് ആഡ് ചെയ്യുമെന്ന്. അപ്പൊ അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ നല്ല കട്ട തൈരാണ് കേട്ടോ. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ടീസ്പൂൺ ഒന്നും വേണ്ട, ഒരു 4-5 ഡ്രോപ്സ് തേനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേന് ഇങ്ങനെ അളവില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വേണമെങ്കിലും തന്നെ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ വല്ലാണ്ട് അങ്ങാട് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ തേൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് 1 സ്പൂൺ ബീട്രൂട്ടിന്റെ ജ്യൂസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ മിക്സിങ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആവശ്യം, ഇപ്പൊ ഭയങ്കരമായിട്ട് ലൂസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കടലമാവ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തിക്കായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബീട്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടല്ലോ, അങ്ങനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പൊ എനിക്ക് കൺസിസ്റ്റൻസി അത്യാവശ്യം ഓക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിട്ടല്ലേ, നല്ല കളർഫുൾ പാക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കിത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പാക്ക് പല രീതിയിലാണ് എല്ലാവരും ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാൻ ബീട്രൂട്ടിന്റെ ജ്യൂസ് എടുത്തിട്ടാണ് ചെയ്യണത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈസി അതിന്റെ ജ്യൂസ് എടുത്തിട്ട് ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. കടലമാവ്, തൈര്, തേൻ, പിന്നെ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഫേസ് ഞാൻ ഒന്ന് വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിക്ക് മുന്നേ ഒന്ന് ഒരു ഫേസ് സ്ക്രബ് ചെയ്യുന്നതും നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോ ഫേസ് സ്ക്രബ് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഫേസിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ചെയ്യണത്. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ടിന്റെ ഫേസ് പാക്ക് ട്രൈ ചെയ്യണത്. ഒരുമിക്ക പാക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുള്ളതാണ്, പക്ഷെ ഇത് ഇതുവരെ ചെയ്തിട്ടില്ലെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ പാക്ക് ഇടുന്നതിന് മുന്നേ ഉണ്ടല്ലോ ചെറിയൊരു സ്ക്രബും കൂടി ചെയ്താൽ നമ്മുടെ പാക്കിന് കുറച്ചും കൂടി ഗുണം കിട്ടും കേട്ടോ. അതിനായിട്ട് നമുക്ക് തരിയായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതും ഈ ഒരു ബീട്രൂട്ടിന്റെ ജ്യൂസും കൂടി മിക്സ് ആക്കിയിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ തരിതരിയായിട്ടുള്ള അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്യാത്തത്. അപ്പൊ അങ്ങനെ ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഒരു 10 to 15 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ ഈ ഒരു പാക്ക്. ഈ ഒരു പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫേസ് നല്ല ഗ്ലോയും ബ്രൈറ്റും ആവും. പിന്നെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് തന്നെ കുറയും കേട്ടോ. ഇപ്പൊ നമ്മുടെ പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇനി വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനും നിങ്ങളെ പോലെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് ടൈം ചെയ്യണോണ്ട് കേട്ടോ. അപ്പൊ പാക്ക് ഇടണ വരെ ഉറങ്ങണമായിരുന്നു ഞാനപ്പോ. ഇങ്ങനത്തെ ഗ്യാപ്പൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ പാക്ക് ഇടാറുള്ളത് കേട്ടോ. സോ അപ്പൊ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ നിങ്ങളും ഈ ഒരു ബീട്രൂട്ടിന്റെ ഫേസ് പാക്ക് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ബൈ പറ. ബൈ.